മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? ചില വീടുകളിലൊക്കെ പോയി നോക്കിയാൽ പത്രം വായിക്കുന്നുണ്ടാകും, വേറെ സംസാരം ഉണ്ടാകും, ഒന്നുണ്ടാകും. ഏതുണ്ടാവില്ല? ഖുർആൻ ഓത്തില്ല, മരിച്ചാൽ ഓതാൻ പറ്റുമോ? പറ്റൂല. ശരി, അങ്ങനെയാണെന്ന് നമ്മൾ സമ്മതിക്കാം. അങ്ങനെ സമ്മതിച്ച് നിന്നു, മരിച്ചോടുത്ത് ഓതണ്ട. അങ്ങനെ നമ്മളൊക്കെ ഈ സഭ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്നു. എന്തേ? അതെ, നമ്മുടെ മഹല്ലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളില്ലേ ആജി, അയാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത ഇവിടെ വന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതോടുകൂടെ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞൂടെ. പിന്നെ ഇതെന്തിത്ര സംശയിക്കാനുള്ളത്? എന്ത് ചെയ്യും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആനാണോ അല്ലേ? മരിച്ചോടുത്ത് ഓതാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? അപ്പം ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചൊല്ലാൻ പറ്റൂലേ? ഞാനൊരു മത്സരത്തിന് നിൽക്കല്ല, ഞാനൊരു തർക്കത്തിന് നിൽക്കല്ല, ഞാൻ എൻ്റെ സംശയം തീർക്കാൻ ചോദിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ് അല്ലേ? മരണ വാർത്ത കേട്ട ഉടനെ ആ വാർത്തയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും എങ്ങനെയാണ്? ഖുർആൻ ഓതിക്കൊണ്ടാണ്. ആണോ അല്ലേ? മരിച്ചാൽ ഓതാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചാൽ നമുക്ക് ഇന്നാ ലില്ലാഹി ചൊല്ലാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യാറ്? അങ്ങാടി കാണുമ്പോൾ എന്നാല് ഒരു ഇന്നാ ലില്ലാഹിയാണ് ചെല്ലുക. അപ്പൊ എന്താണ് നീ ഇന്നാ ലില്ലാഹി? അല്ല, മരിച്ചാൽ ഏതായാലും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല, നിങ്ങളെ കണ്ടപ്പോൾ ചെല്ലിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് വിട്ട് നിൽക്കണമെന്നേ ഉള്ളൂ. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മരണ വാർത്ത സ്വീകരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഇന്നാ ലില്ലാഹി ഖുർആൻ ഓതിക്കൊണ്ടാണ്. ഇനി മരിച്ച ആളെ മയ്യത്ത് നിസ്കാരത്തിന് ആർക്കും തർക്കമില്ലല്ലോ? തർക്കമില്ല. ആ തർക്കമില്ലാതെ മയ്യത്ത് നിസ്കാരത്തിന് കൊണ്ടുവന്ന് നിർത്തിയാൽ അൽ ഫാത്തിഹ, അല്ലാഹു അക്ബർ പറഞ്ഞാൽ ആദ്യത്തേത് എന്താണ്? അൽ ഫാത്തിഹ. ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഫാത്തിഹ ഓതാൻ. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഇവരെ മയ്യത്ത് നിസ്കാരത്തിൽ പിന്നെ ഇനി എന്താ ഓതുക? നമ്മളൊരു പുതിയ പാർട്ടിയിൽ അങ്ങ് ചേർന്നാൽ പോരാ, ചേരുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ആലോചിക്കണ്ടേ? അപ്പൊ പിന്നെ നിസ്കാരത്തിലും ഫാത്തിഹ. അടുത്തത് മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ഇനി ആ മയ്യത്തിനെ ഭൂമിയിൽ നമ്മൾ കാണൂല. അവസാനത്തെ യാത്രയപ്പ് അല്ലേ? ഖബറിലേക്ക് താഴ്ത്തി വെച്ചു, മൂടുകല്ല് വെച്ചു. ഇനി നമ്മളൊക്കെ ഒരു 3 പിടി മണ്ണ് വാരിയിടണം. ഒന്ന് വാരിയിടി നിങ്ങൾ എൻ്റെ കൂടെ. എന്താണ് ഒരു താമസം? വമിൻഹാ നുഖ്രിജുക്കും. അത് ഖുർആനാണോ അല്ലേ? അപ്പൊ ഭൂമിയിൽ നിന്ന് അവസാനത്തെ യാത്രയപ്പിൽ ഓതേണ്ടത് എന്താണ്? ഏതാണ്? ഖുർആൻ. മരിച്ചാൽ ഓതാൻ പറ്റുമോ? പിന്നെ ഇവരൊക്കെ ഇനി മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാ? പോണ വഴിക്ക് പോട്ടെ, വേണം ഒഴിവായി കിട്ടട്ടെ, അതും ചൊല്ലിയിട്ട് ഇടാൻ പറ്റുമോ മണ്ണ്? മുഅ്മിനീങ്ങളല്ലേ നമ്മൾ? എന്തൊരു വിവരമില്ലായ്മയാണ് ആളുകളോട് ഈ സംസാരിക്കുന്നത്.